മണ്ഡലകാല തീർത്ഥാടനം 11ാം ദിവസത്തിലെത്തുമ്പോൾ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 10 ലക്ഷത്തോട് അടുക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണി വരെ 72,385 പേരാണ് മല ചവിട്ടിയത്. ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുകയാണ്. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് ഉണ്ട്. ശബരിമലയിൽ ഏറ്റവും പുതിയ കണക്ക് 9 മണിവരെ 76,767 തീർത്ഥാടകർ ശബരിമല ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് സമീപത്തെ ഫ്ലൈ ഓവറാണ്. ഈ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഫ്ലൈ ഓവർ നിറഞ്ഞ രീതിയിലായിരുന്നു തീർത്ഥാടകർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ സുഗമമായ രീതിയിൽ തന്നെ തീർത്ഥാടകർ ഫ്ലൈ ഓവർ കയറി അയ്യപ്പ ദർശനം നടത്തി മടങ്ങാൻ ശബരിമലയിൽ കഴിയുന്നുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി 4,941 തീർത്ഥാടകർ ഇന്ന് ദർശനം നടത്തിയിട്ടുണ്ട്. 11 മണിക്കാണ് ഇന്ന് നടയടയ്ക്കുന്നത്. ഈ 11 മണിയോടുകൂടി തീർത്ഥാടകരുടെ എണ്ണം 80,000 കടക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ കാണുന്നത് 18-ാം പടിക്ക് മുന്നിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ നിരയാണ്. ഈ നടപ്പന്തലിലടക്കം തീർത്ഥാടകരുണ്ടെങ്കിൽ പോലും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ശബരിമലയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റ് പരാതികളൊന്നും തന്നെ തീർത്ഥാടകർ ഉന്നയിക്കുന്നില്ല. കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്ന് ഓരോ ഭക്തരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ശബരിമല സന്നിധാനത്ത് എത്തുന്നുണ്ട്. തിരക്കുമായി ബന്ധപ്പെട്ടും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യും. പ്രത്യേക അവലോകന യോഗം ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നാളെ ശബരിമല സന്നിധാനത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ശബരിമലയിലെ അന്നദാന മെനു പരിഷ്കരിക്കുന്നതിലും ഒരു അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. 2 ദിവസത്തിനകം ഈ കേരള സദ്യ വിളമ്പും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ പുതിയ തീരുമാനങ്ങൾ നാളെ അറിയാൻ കഴിയും. നിലവിൽ സമാധാനപരമായി തന്നെ തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.